പുൽവാമ ഭീകരാക്രമണത്തിൽ പാക് പങ്ക് വെളിപ്പെടുത്തുന്ന വ്യക്തമായ തെളിവ് കിട്ടിയതായി ദേശീയ അന്വേഷണ ഏജൻസി. സ്ഫോടനത്തിനുപയോഗിച്ച വാഹനത്തിന്റെ ഉടമയ്ക്ക് ഭീകര സംഘടനയുമായുള്ള ബന്ധത്തിന്റെ തെളിവുകളാണ് കിട്ടിയത്. അതിനിടയിൽ അതിർത്തിയിൽ സമാധാനത്തിന് ഒരവസരം നൽകണമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു. അതിനിടെ പുൽവാമ ഭീകരാക്രമണത്തിന് കാരണമായ വീഴ്ചകളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ സമാധാനാന്തരീക്ഷം നിലനിർത്തേണ്ട കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി മറന്നുപോയെന്ന് ഇമ്രാൻഖാൻ കുറ്റപ്പെടുത്തി. അതിർത്തിയിൽ സമാധാനത്തിന് അവസരം നൽകണം. പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് കൃത്യമായ തെളിവ് നൽകിയാൽ നടപടിയുണ്ടാകുമെന്ന് ഇമ്രാൻഖാൻ ആവർത്തിച്ചു. പഠാന്റെ മകനാണെങ്കിൽ ഇമ്രാൻഖാൻ ആക്രമണത്തിന് പിന്നിലുള്ളവരെ പുറത്തുകൊണ്ടുവരണമെന്ന് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. പാക് പ്രധാനമന്ത്രിയായി അധികാരമേറ്റപ്പോൾ താനൊരു പഠാന്റെ മകനാണെന്നും വാക്കുപാലിക്കുന്ന ആളാണെന്നും ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. ഇത് സൂചിപ്പിച്ചായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം. പുൽവാമ ഭീകരാക്രമണത്തിൽ പാക് പങ്ക് വെളിപ്പെടുത്തുന്ന തെളിവ് കിട്ടിയതായി ദേശീയ അന്വേഷണ ഏജൻസി ഉദ്ധരിച്ച് ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. സ്ഫോടക വസ്തുക്കൾ ഇടിച്ചു കയറ്റാൻ ഉപയോഗിച്ച വാഹനത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് ജെയ്ഷെ മുഹമ്മദുമായുള്ള ബന്ധം തെളിഞ്ഞിട്ടുണ്ടെന്നും NIA ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നത് പാകിസ്ഥാൻ ആവർത്തിക്കുന്ന വെറും വാക്കാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. മുംബൈ ഭീകരാക്രമണത്തിലടക്കം തെളിവ് നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് കാരണമായ വീഴ്ചകളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.